ഇന്നലെ നമ്മൾ കണ്ടതാണ് നിയമസഭയിൽ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഉത്തരവാദിത്വം ഏത് രീതിയിലാണ് നിയമസഭ അവഹേളിക്കും മട്ടിൽ അദ്ദേഹം അത് പൂർത്തിയാക്കി പോയതെന്നുള്ള കാര്യം. ഇന്നലെ പക്ഷേ ഗവർണർക്കത് ആരോഗ്യ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രതീക്ഷ പോലെ ഏറ്റുമുട്ടൽ അവിടെ നടക്കാത്ത നിശ്ചാപകം നിങ്ങൾക്കുണ്ടാകാം തുടങ്ങിയ മട്ടിൽ എന്താണ് പഞ്ചസാര പാലുമുട്ടായി എന്ന തരത്തിലാണ് പ്രതികരണമെങ്കിൽ ഇന്നത് വരുമ്പോൾ വി ശിവൻകുട്ടി ഗവർണർക്ക് അഹങ്കാരമാണെന്ന് പറയുന്നുണ്ട്, എം വി ഗോവിന്ദൻ നിലയില്ല കളി കളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ആ മയപ്പെട്ട പ്രതികരണവും ഇന്ന് അത് കടുത്ത അപരാധവുമാകുന്നത് എങ്ങനെയാണ് ശ്രീ അനിൽകുമാർ? ഒന്ന്, ഇന്നലെയും ഇന്നുമായി രണ്ട് നിലപാടില്ല. ഗവർണറുടെ രാഷ്ട്രീയ കളിയെക്കുറിച്ച് രാഷ്ട്രീയ നിലപാടുണ്ടാവും, സർക്കാരിന്റെ നിലപാടുണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പി രാജു ഉൾപ്പെടെയുള്ള മന്ത്രിമാരും വ്യക്തമാക്കിയത് നയപ്രഖ്യാപനം സംബന്ധിച്ച് എന്താണ് ഒരു ഗവർണർ ചെയ്യേണ്ടത്. അന്തസ്സുള്ള ഗവർണർമാർ അത് പൂർണ്ണമായും വായിക്കുകയാണ് വേണ്ടത്. അന്തസ്സില്ലാത്തവർ താൻ വിളിച്ചുകൂട്ടിയ നിയമസഭയെ നോക്കുകുത്തിയാക്കി ജനങ്ങളെ വെല്ലുവിളിച്ച് ഇത്തരം കോപ്രായങ്ങൾ കാണിച്ച് ഒളിച്ചു പോവുക സാധാരണമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ അവതരിപ്പിക്കേണ്ട പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗം വായിച്ചു, ആദ്യ ഭാഗം വായിച്ചു. അതോടുകൂടി ഔദ്യോഗികമായി ഫ്ലോറിൽ അത് വന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയ വിമർശനമാണ് മറ്റു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ പ്രശ്നം എന്താ? ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ ഗവർണർ കേന്ദ്ര സർക്കാരിനെ വല്ലാതെ പുകഴ്ത്തുന്നു, നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. എന്നാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സർക്കാരിനെ കുറിച്ച്, അതിന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. എന്താ ഗവർണറെ പ്രകോപിപ്പിച്ചത്? എന്താണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ അദ്ദേഹത്തിന് തടസ്സം? അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ മുള്ളു കയറിയത്? പ്രശ്നം അദ്ദേഹം കേരളത്തെക്കുറിച്ച് കളവുകൾ പറയുകയായിരുന്നു. കേരളത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും മദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു കളവ് പറഞ്ഞു. തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യമേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാനമായ യു പി ആണ്. യു പിയിലെ ഒരു വർഷം ഏതാണ്ട് 42,000 കോടി രൂപ മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ചെറിയ തുക മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യ രാജ്യത്ത് ആകെ കണക്കെടുത്താൽ വളരെ പുറകിലാണ് കേരളം എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കേരളത്തിന്റെ തനത് വരുമാനത്തിൽ 3% മാത്രമേ മദ്യമേഖലയിൽ നിന്നുള്ള വരുമാനമെന്ന് എഴുതി തയ്യാറാക്കിയ കണക്ക് അദ്ദേഹത്തിന് വായിക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം മുമ്പ് പറഞ്ഞ കളവിനെ പൊളിക്കുന്നതാണ്. അപ്പോൾ ഒളിച്ചു പോകുകയേ മാർഗമുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകളെ ഈടുത്താൽ എന്തെല്ലാം കളവുകൾ അദ്ദേഹം പറഞ്ഞു. ഫാക്ട് വെച്ചിട്ട് എവിടൊക്കെ A+ കിട്ടി, ഏതെല്ലാം മേഖലകളിൽ സർവകലാശാല മുന്നോട്ട് പോയി, ഡീറ്റെയിൽ സർവകലാശാല എന്താ ചെയ്യുന്നത്, IT മേഖല കേരളത്തിന്റെ കുതിപ്പ് എന്താണ്, ഈ മേഖലകളിലെ കുതിപ്പുകളെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയ സാക്ഷ്യപത്രങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടാണ് കേരള സർക്കാർ ഒരു ഔദ്യോഗിക പ്രസംഗം തയ്യാറാക്കിയത്. ഇത് വായിക്കേണ്ടി വന്നാൽ ഈ ഗവർണർ കഴിഞ്ഞ 2 കൊല്ലം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള വിരുദ്ധ പ്രചരണങ്ങളുടെ മുനയൊടിയും. അദ്ദേഹം കളവ് പറഞ്ഞു നാട്ടുകാർ കേൾക്കും. അനിൽകുമാർ, ഇത് താങ്കൾ ഈ കാര്യകാരണ സഹിതം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? താങ്കൾ ഈ കാര്യകാരണ സഹിതം പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഗവർണർ സംഘപരിവാറിന് ചട്ടുകമാണെന്ന് CPM ആരോപിക്കുന്നു, ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ആയുധമാണ് എന്ന് CPM ആരോപിക്കുന്നു. CPM മാത്രമല്ല, രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുപോലെ ആരോപിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ RSS അധ്യക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മോഹൻ ഭഗവത് വരുമ്പോൾ രാജ്ഭവനിലേക്ക് വേണമെങ്കിൽ വിളിച്ചു വരുത്താം. അങ്ങനെ വിളിച്ചു വരുത്താം. അങ്ങോട്ടേക്ക് പോയി കണ്ട് അദ്ദേഹം കൂറ് പ്രഖ്യാപിച്ച ആൾ ചെയ്യുന്നതിനെ കാര്യകാരണ സഹിതം തെറ്റേത് ശരിയാതെന്ന് താങ്കൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാണെങ്കിൽ നിയമസഭയെ അവഹേളിച്ചാൽ ഗവർണറെ താങ്കൾ നിയമസഭയെ അവഹേളിക്കരുത് എന്ന് അടുത്ത മണിക്കൂറിൽ മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ പ്രതികരണം കൊടുക്കേണ്ടതല്ലേ അനിൽകുമാർ? അവിടെയാണ് കേരള സർക്കാരിന്റെ നിലപാട് മനസ്സിലാക്കേണ്ടത്. ഈ ഗവർണറെ ഇങ്ങനെ ചെയ്യിക്കുന്ന ആരാ? സംഘപരിവാരമാണ്. അവർ ഭരണഘടന പിച്ചിച്ചീന്തുകയാണ്. ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗിക ഹാൻഡിലുകൾ പ്രസിദ്ധീകരിച്ച ഭരണഘടനയുടെ ആമുഖം നോക്കൂ. അതിൽ സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ്, അത് സെക്കുലറും സോഷ്യലിസ്റ്റുമാണ്. ഈ 2 വാക്കില്ല. എന്താ കേന്ദ്ര സർക്കാർ പറയുന്നത്? 76-ലെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ്
ആ രണ്ട് വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ ആമുഖം മറ്റതാണ്, സെക്കുലർ ഇല്ലാത്തതാണ്, സോഷ്യലിസം ഇല്ലാത്തതാണ്. ഈ വാദമാണ് ഭരണഘടനയ്ക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്ത് RSS മുടക്കുക മാത്രമല്ല ഇന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഹാൻഡിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മനസ്സിലായില്ല എന്താണ് സെക്കുലർ എന്ന വാക്ക് ഒഴിവാക്കിയത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറയാം ഇന്ത്യ സെക്കുലർ എന്ന വാക്കും, അതെ, ഇന്ത്യ രാജ്യത്ത് സെക്കുലർ എന്ന വാക്കും സോഷ്യലിസ്റ്റ് എന്ന വാക്കും ആദ്യത്തെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. 1956 അംഗീകരിച്ച 50 അംഗീകരിച്ച ഭരണഘടനയുടെ ആമുഖത്തിൽ 50 നവംബർ 26 അംഗീകരിച്ച ആമുഖത്തിൽ സെക്കുലറും സോഷ്യലിസ്റ്റും ഇല്ല. അത് 76 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഒറിജിനൽ ആമുഖം ഇതാണ്, അതിൽ സെക്കുലറും സോഷ്യലിസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ ഒന്നാമത്തെ ഭരണഘടനയുടെ ആദ്യത്തെ ഭരണഘടനയുടെ ആ ആമുഖത്തിലെ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പുള്ള ഭാഗം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ വാട്സപ്പിൽ അങ്ങേക്ക് ഇട്ടുതരാം. രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഞാനിപ്പോ ഇട്ടുതരാം. അപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യം എന്താണ്? കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇത് കൈകാര്യം ചെയ്യുകയും ഭരണഘടനയെ അട്ടിമറിക്കുകയും ചെയ്യുമ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഗവർണറെ ഇങ്ങോട്ട് വിട്ടിരിക്കുമ്പോൾ കേരള സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഇത് ജനങ്ങൾക്കെതിരായ കടന്നുകയറ്റമാണ്. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയ നിയമങ്ങളിൽ ഒപ്പിടാതെ ഒളിച്ചോടുകയല്ലേ ഗവർണർ. ഇത് തുറന്നു കാട്ടിച്ചുകൊണ്ട് ഡൽഹി സമരം നടത്തുകയാണ്, സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. അതുപോലെ കേരളത്തിന്റെ എതിരായി കേന്ദ്രം നടത്തുന്ന സാമ്പത്തിക പുരോഗതിനെതിരെ കേസ് കൊടുക്കുകയാണ്. ഈ കേസ് കൊടുക്കുമ്പോൾ ഉടനെ വക്കീലന്മാർക്ക് ഫീസ് എത്രയാണെന്ന് ഗവർണർ ചോദിച്ചുകൊണ്ടിറങ്ങുകയാണ്. ഓരോ ദിവസവും ഒന്നുപോലെ ഗവർണർ ഉണ്ടാക്കുന്ന വ്യാജങ്ങളെ പൊളിച്ചെടുക്കുന്നു. ഗവർണർ ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ വ്യാജങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഒരു പ്രസംഗമാണ് എഴുതി കൊടുത്തത്. അത് വായിച്ചാൽ സ്വന്തം ചങ്കിൽ കൊള്ളും. ശത്രുശരങ്ങളല്ല ആത്മക്ഷതങ്ങളാണ് എത്രയും ദുഷ്കരം എന്ന് പറഞ്ഞ പോലെ ഗവർണർക്ക് ആത്മക്ഷതങ്ങൾ ഉണ്ടാവും. അത് വായിക്കാതെ അദ്ദേഹം ഒളിച്ചോടി എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ രാജ്യത്തിനുള്ള സർക്കാരിനൊന്നും സംഭവിച്ചിട്ടില്ല. തുറന്നു കാണിക്കാനായി എന്താണ് സംഘപരിവാരം, എന്താണ് മോദിയുടെ ഗവർണർമാർ, ഇവർക്ക് ഇനിയും അധികാരം കിട്ടിയാൽ എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഓരോ അവസരമായി ഞങ്ങൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ശ്രീ അനിൽകുമാർ, പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെ രാജ്ഭവൻ ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും ബഹിഷ്കരിച്ച് ഇപ്പോൾ നടക്കുന്ന അതിന്റെ വിഷയമുണ്ടെന്ന് ഒന്ന് പ്ലേ ചെയ്യണേ. ഇപ്പോൾ നടക്കുന്ന ഗവർണറുടെ അവിടുത്തെ അറ്റ്ഹോം വിരുന്നുണ്ടല്ലോ, അറ്റ്ഹോം വിരുന്നിന് സർക്കാർ കൊടുത്തത് 20 ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങി വല്ലാത്തൊരു കാലം നിൽക്കുമ്പോൾ 20 ലക്ഷം കൊടുക്കുന്നുണ്ട്. അതിനു മുൻപ് എന്താണ് രാജ്ഭവന്റെ ചെലവുകൾ, ടൂർ അടക്കം വിനോദമടക്കം ചെലവുകൾക്ക് ഇരട്ടി വർധന വേണമെന്ന് കോടികൾ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ. അപ്പോൾ രാജ്ഭവൻ ഒരു കുറവില്ല നമ്മൾ നോക്കുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും അവിടെ ബഹുമാനപ്പെട്ട ഹാഷ്മീഡിയ ചോദിക്കുക, നമുക്ക് അല്പത്തരം കാണിക്കാൻ പറ്റുമോ? ഗവർണർ കൊണ്ടിരുന്ന ഏതെങ്കിലും ഗസ്റ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പദവി ഇരിക്കുന്ന ഒരാളാണ് ഗവർണർ. ഗവൺമെന്റ് തലവനാണ്. അദ്ദേഹം റിക്വസ്റ്റ് കൊടുത്താൽ നോ എന്ന് പറയുന്ന രീതി സർക്കാരിനില്ല. എന്നാൽ അദ്ദേഹത്തിന് പല്ലുവേദനയ്ക്ക് ഒരു ക്ലിനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ക്ലിനിക്ക് തരികയില്ല എന്ന് പറഞ്ഞു. ചികിത്സയ്ക്ക് വേറെ സംവിധാനമുണ്ട്, പക്ഷെ ക്ലിനിക്ക് തരികയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ സാധാരണഗതിയിലുള്ള നടപടിക്രമം. ഗവർണർ അറ്റ് ഹോം നടത്തും, അതിന് ചെലവ് വേണമെന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കും. ഇതൊന്നും അല്ലല്ലോ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ 900 കോടി വേണ്ടേ? കേരളത്തിൽ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ വരേണ്ട കാര്യമുണ്ടോ? സർക്കാരിന് പണ്ടുള്ള ചെലവായത്. ഗവർണർ അറ്റ് ഹോം നടത്തുന്ന പുതിയ കാര്യമല്ല. പ്രധാനമന്ത്രി ഓരോ തവണ പ്രധാനമന്ത്രി വരുമ്പോൾ എത്ര കോടിയാണ് ചെലവ്? 15-20 കോടിയല്ലേ മോദി ഒന്ന് വന്നുപോയ ചെലവ്. കേരളത്തിന് ഗുണമില്ല. എന്നാൽ ഇങ്ങനെ ആഴ്ചയിൽ 3 തവണ അദ്ദേഹം വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നാലും നമുക്ക് 15 കോടിയാണ് ചെലവ്. അതുകൊണ്ട് കേരളത്തിന്റെ ചെലവ് വെച്ചിട്ടല്ല കണക്കാക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ അതൊക്കെ സർക്കാർ ചെയ്യും. ഇതൊക്കെ സർക്കാരിന്റെ ബാധകമാണ്. G20 കേരളം എത്ര കോടി ചെലവായി? ശരിയാണ്, ഞാൻ